ഇതൊരു ബാറാണ്. ബോയ് ബാർ. ബോയ് ബാർ. ഇതാണ് കോൺകേനിലെ ടോൺടാൻ മാർക്കറ്റ്. നൈറ്റ് മാർക്കറ്റുകൾ പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റാണ് ഇത് ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. ഈസാനിലെ ടോൺടാൻ നൈറ്റ് മാർക്കറ്റ്. ബാക്കിയുള്ള നൈറ്റ് മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് സ്കീമെന്ന് നോക്കട്ടെ. ഹെഡ്സെറ്റ്, പട്ടി, പൂച്ച, പിന്നെ പറഞ്ഞല്ലോ മാളാപാല കമ്മൽ, ടീഷർട്ട്സ് 150, 250 ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ സാധാരണ നൈറ്റ് മാർക്കറ്റുകളിൽ കാണുന്ന പോലെ ടീഷർട്ടുകൾ, ഷർട്ടുകൾ, ഡ്രസ് മെറ്റീരിയൽസ്, ഷഡി, ബ്രേസർ, ഈ പറഞ്ഞ സാധനങ്ങൾ, ഡ്രസ് സാധനങ്ങളാണ് കൂടുതലുള്ളത്. അതുപോലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന തരത്തില്ല. എവിടെയെങ്കിലും എത്തുമ്പോൾ നമുക്ക് നോക്കാം. എല്ലാം ഡ്രസ്, സൺഗ്ലാസസ് ഫേക്കായിരിക്കണം, ഒറിജിനലൊന്നും ആയിരിക്കില്ല. നെയിൽസ് ബാർ, ബിയർ, കോക്ടെയിൽ ബാറാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഭാഗത്ത് അവിടെ കോക്ടെയിൽ ബാറുണ്ട്. അങ്ങനെ ഒരു സൈഡിലെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ മസാജ് ഷോപ്പുണ്ട്. മസാജ് ഷോപ്പ് വീണ്ടും തിരിച്ചകത്തോട്ട് കയറി അതിൻ്റെ കോർ ഏരിയസിലേക്ക് പോകാം. പെണ്ണുങ്ങൾക്കുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. മളവല, കമ്മൽ, നമ്മുടെ നാട്ടിലെ പോലെ പാവകൾ, പലതരത്തിലുള്ള സാധനങ്ങൾ. നെയിൽ ആർട്ട്, ഇവിടെ നഖത്തിന് ആർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സംഭവമാണ്. ഭൂരിഭാഗം പെണ്ണുങ്ങളും ചെയ്യും. ഡോണറ്റ്സ്, കേക്ക്സ്. എവിടെ എത്തി? ഇവിടെയാണ് ഫുഡ് സ്റ്റോൾസ് എന്ന് തോന്നുന്നു. ഒരു ലോക്കൽ മാർക്കറ്റിനപ്പുറത്തൊരു അപ്പ് സ്കെയിൽ മാർക്കറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ സ്ക്രീനുണ്ട്,
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിനിമയും കണ്ടുകൊണ്ടിരിക്കാം. സിനിമയും കണ്ടുകൊണ്ടിരുന്ന് പതുക്കെ വെള്ളമടിച്ച് ഭക്ഷണം കഴിച്ച് പോകും. ഫുഡ് മാർക്കറ്റ് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. യൂഷ്വലി സാൽമൺ, സഷീമി, സീ ഫുഡ്, സാധനങ്ങളൊക്കെ ടിപ്പിക്കൽ എല്ലാ നൈറ്റ് മാർക്കറ്റിൽ കാണുന്ന പോലെ തന്നെ. പോർക്കിൻ്റെ റിബ്സ്, ഇവിടെ മൊത്തം ഫിഷിൻ്റെ സ്മെല്ലാണ്. ഗ്രിൽഡ് ഫിഷ് ഗ്രിൽ ചെയ്യുന്നത് ഉണ്ട്. ചുമ്മാ ഉപ്പ് ഇട്ട് ഗ്രില്ലാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മസാല തേച്ച് ഫിഷിനെ വെറുതെ വൃത്തിയിടാക്കുന്നില്ല. ഷ്രിമ്പ് സാധനങ്ങൾ ഇവിടെ ഫുൾ ഫുഡാണ് എല്ലായിടത്തും. നല്ല തിരക്കുമാണ്, ആൾക്കാരെല്ലാവരും കഴിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൂടെ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഉണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ മദ്യപാനം വെറൊരു സാമൂഹിക പ്രശ്നമായിട്ടല്ലേ കാണുന്നത്. ഇവിടെ എല്ലാവരും കുടുംബത്തോടെ ഇരുന്നാണ് വെള്ളമടിക്കുന്നത്. ആരും അലമ്പുണ്ടാക്കുന്നില്ല. നമ്മളിവിടെ ഫ്രസ്ട്രേഷൻ കൂടിയിട്ടേ അടിച്ച് പൂസായി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനുള്ള പതിവ്. നൈറ്റ് മാർക്കറ്റിൽ വരിക, ഭക്ഷണം കഴിക്കുക, കുടുംബത്തോട്ടിരുന്ന് വെള്ളമടിക്കുക, ബിയറോ ലിക്കറോ വടവർ ഇറ്റ് ഈസ്. ഇതാണ് സോൺട്ര അല്ലല്ലോ, സോൺട്ര മാർക്കറ്റ് അവിടെയാണ്, വിയറ്റ്നാമിലാണ്. മാറിപ്പോയ പേര്. സോൺടാൻ അല്ല, ടോൺടാൻ. മൊത്തത്തിൽ മിസ്സിങ് ആണല്ലോ. ഷെറിം, സാൽമൺ, ഇവിടെ ഫ്രൂട്ട്സ്, സ്മൂതി, അങ്ങനത്തെ സാധനങ്ങളാണ്. അഗൈൻ ഗ്രിൽ ഫിഷ്, ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ ക്രാബ്. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഭക്ഷണം വാങ്ങിക്കുക, ഇവിടെ വന്നിരുന്ന് കഴിക്കുക. അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഇവിടെ ലൈറ്റിങ്സും പാർക്കും, മൊത്തത്തിൽ എൻ്റർടൈൻമെൻറ്റ്സ്. സൺഡേ ആയത് കാരണം എല്ലാവരും എൻജോയ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു. യൂഷ്വലി തായികൾ സൺഡേ പുറത്തേക്ക് ഇറങ്ങാറില്ല, ഫാമിലിയുടെ കൂട്ടത്തിലാണെന്നാണ് പറയപ്പെടാറ്. പിന്നെ നമ്മുടെ അമ്പലപ്പുറവിൽ പോയാലാണ് ക്ലിപ്പുകൾ, കണ്ണാടി, അത് തന്നെ സാധനം, ഒരുപാട് സാധനം. വള, കമ്മൽ, ഓപ്പണർ, ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ, വള, അത് തന്നെ സാധനം. ഒരു അമ്പലപ്പറമ്പിലെ ഉത്സവത്തിന് പോയ പോലത്തെ സാധനങ്ങൾ. വീണ്ടും കമ്മലുകൾ, മാലകൾ, മോതിരങ്ങൾ. പിന്നെ നടന്ന് ഇവിടെ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ. രസമുണ്ട്. അതിൻ്റെ സൈഡിലുണ്ട് കച്ചവടങ്ങളൊക്കെ. ക്രിസ്മസ് ട്രീ, ടോൺടാൻ മാർക്കറ്റ്, ക്രിസ്മസ് ട്രീ. സൈഡ് മൊത്തം ഈ മലവാളയല്ല, മാല, വള, കമ്മൽ പരിപാടികൾ ആണ് കൂടുതലും കാണുന്നത്. ആർട്ടിസ്റ്റൊക്കെ വരുന്നുണ്ട്, പുള്ളി നോക്കി പടം വരയ്ക്കുന്നു. ആൾക്കാരുണ്ട് പടം വരയ്ക്കുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സുകൾ ഇവിടെ തുടങ്ങുമ്പോൾ ചൈനീസ് ലാൻറ്റേൺസിൻ്റെ തുടക്കമാണ്. ചൈനീസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് അറിയത്തില്ല. ഐസ്ക്രീം ഷോപ്പ്, ഡ്രിങ്ക്, ഐസ്ക്രീം ഷോപ്സാണ് ഇവിടെ കൂടുതലുള്ളത്. ഇതെല്ലാം ഐസ്ക്രീം ഷോപ്പ്. ഇത് ഫ്രൈഡ് ചിക്കൻ. ഈ ചൈനീസ് ലാൻറ്റേൺസ് രാത്രി കാണാൻ നല്ല രസമാണ്. ഏതോ ജാപ്പനീസോ ചൈനീസോ അങ്ങനെയോ.
ഓൺകേൻ നോസ്റ്റി എന്ത് സാധനമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓൺകേൻ നോസ്റ്റി. ഓ, സ്മൂതി ഉണ്ടാക്കുന്ന സ്ഥലം. സ്മൂതി ഷോപ്പ്. റെസ്റ്റോറൻറ്റ്സ് ആണ്, ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്സ് ആണ്, സൂഷി ഷോപ്സ് ആണ്. നമുക്കത് വേണ്ട. വീണ്ടും ഡ്രസ്സ് കിട്ടുന്നിടത്തോട്ടുള്ള കയറ്റം. ഇതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക. പ്രോപ്പർ റൂട്ട് എടുത്ത് പോവുകയല്ല ചെയ്യുന്നത് ഞാൻ. വില കുറവാണോ എന്ന് വെച്ചാൽ കുറവൊന്നുമല്ല, എന്നാൽ കൂടുതലും അല്ല. 150, 150 ബാത്ത്. ബേബറി കാണാൻ കൊള്ളാം. കുറച്ചില്ലാണോ? ഈ പെണ്ണുങ്ങളെ കണ്ടില്ലേ, ഇവർ ബിയർ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രൊമോഷൻ ഗേൾസ് എന്നാണ് പറയുന്നത്. നല്ല കിടിലൻ ബ്യൂട്ടിഫുൾ സുന്ദരികളായിരിക്കും. അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ശ്രദ്ധിച്ചില്ലേ, യൂണിഫോമാണത്. ചാങ് ബിയറിൻ്റെ പ്രൊമോഷനുകളാണ്. അവരെ സംബന്ധിച്ചോളം ഇവിടെ നിന്ന് കച്ചവടം നടത്തലാണ് അവരുടെ പരിപാടി. മാക്സിമം വിൽക്കുന്ന ബിയറിൻ്റെ കമ്മീഷനാണ് അവരുടെ ശമ്പളം. ഭൂരിഭാഗം പേരിവിടെ വർക്ക് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ അവർ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ പാർട്ട് ടൈമായിട്ട് ഇതും ചെയ്യും. ക്രിസ്മസ് ട്രീ മാത്രമായിരുന്നില്ല, റെയിൻഡിയറും ഉണ്ടായിരുന്നു ഇവിടെ. ഞാനത് കണ്ടില്ലായിരുന്നു. റെയിൻഡിയർ ബിഹൈൻഡ് ദ സീൻ ക്രിസ്മസ് ട്രീ. അവിടെ ലൈഫ് ബാൻഡ്, ബിയർ പാർലേഴ്സ്. കണ്ട പട്ടികൾ എല്ലാം കട തുറക്കണം. പട്ടി രസമുണ്ട്. കുഞ്ഞ് എല്ലാം ഉറക്കത്തിലേക്ക്.